ശാന്തി പ്രത്യാശയും എന്നേക്കും
സ്നേഹത്തിന്റെ ഉദാശയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായ സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽത്തനയരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ. അവരുടെ ഇടയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആടുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെ പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോരാടുകളിൽ നിന്നോ ചെമ്മരി ആടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിലക്കാടുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി
അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടകളുടെ രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രകടിപ്പിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കേണ്ടത് പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ രൂപങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. രണ്ടാം വായന മാലാഖയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെയും മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്തു. കർത്താവിന്റെ ബലിപീഠത്തെ ചിന്തിക്കാം, നിന്ദ്യമായി ഭോജനത്തിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിന് മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്തു. ഞങ്ങൾ അടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചേർന്നു. ആക്രമണം കൊണ്ട് പിടിച്ചെടുത്തതിനെയും ഓടുതൊടുന്നതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടാക്കുകയും അത് നേടുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവ് ബലിയർപ്പിക്കുന്ന വഞ്ചന ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്തു. ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു. Hallelujah.
ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലേക്ക് മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുചിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സുസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവും എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമുക്ക് നൽകുന്നത് നമുക്ക് സ്വപ്നപൂർവ്വം വിശ്വസിക്കാൻ. ഈശ്വരശിഹായി സ്നേഹിക്കപ്പെടുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഏവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് പൗരോഹിത്യ സ്ഥാപന ദിനമാണ്, പൗരോഹിത്യ ദിനമാണ്. എൻ്റെ കൂടെയായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് കൊച്ചിനോടച്ഛനും അതുപോലെ കൊച്ചച്ഛനും രണ്ടുപേർക്കും പൗരോഹിത്യ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമാണല്ലോ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, വിശുദ്ധ കുർബാന നാവിലും കരങ്ങളിലുമായി സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം പേരിൽ ജീവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, പെസഹ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചിന്ത ക്രിസ്തീയ കുടുംബങ്ങളിൽ വൈകിട്ട് നടക്കുന്ന അപ്പമുറയിൽ ശുശ്രൂഷയാണ്. അതുമല്ലെങ്കിൽ പിറ്റേന്ന് പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന മേലങ്കി മാറ്റി വെള്ളക്കച്ച അരയിൽ ചുറ്റി ആളുകളുടെ മുമ്പിൽ കുനിഞ്ഞിരുന്ന പാദം കഴുകുന്ന ഏതെങ്കിലുമൊക്കെ വൈദികരുടെയോ വൈദിക ശ്രേഷ്ഠ
ചിത്രങ്ങളും. അതെ, പെസഹ എന്ന് പറഞ്ഞാൽ ശൂന്യവൽക്കരണത്തിന്റെ വിശുദ്ധ കുർബാനയാണ്. അത് വിനയത്തിന്റെ കാലുകെട്ടുകളിൽ ശുശ്രൂഷയാണ്. ഏവർക്കും ഈ പെസഹ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഴയ നിയമ വായനയിലൂടെ വായിച്ചിരുന്നു. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടെടുത്ത കുഞ്ഞാടും പച്ചിലകളും ചേർത്ത് തിടുക്കത്തിൽ അവർ പെസഹ ആചരിക്കണം. കാരണം ഉടനടി അവർക്കൊരു കടന്നുപോകൽ യാത്ര നടത്തേണ്ടതായിട്ടുണ്ട്. സകല യഹൂദരും അവരുടെ നരകയാതനകളിൽ നിന്നുള്ള ഈ ഒരു രക്ഷപ്പെടലിനെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും പെസഹ ആചരിച്ചിരുന്നു. ഈശോയും പെസഹ ആചരിച്ചിരുന്നു. അവന്റെ 33ാമത്തെ പെസഹ ആചരണം അന്ത്യത്താഴം എന്ന പേരിലാണ് അറിയപ്പെടുക. അവിടെ വെച്ചിട്ടാണ് അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ, കടന്നുവരൽ എന്നൊക്കെയാണ്. പഴയ നിയമ പെസഹ ഒരു കടന്നുപോക്കായിരുന്നു. പഴയ നിയമ പെസഹ ഈജിപ്തിലെ നരകയാതനകളിൽ നിന്ന് കാനാൻ ദേശമാകുന്ന വാഗ്ദത്ത നാട്ടിലേക്കുള്ള കടന്നുപോകലിനെ അനുസ്മരിച്ചുകൊണ്ട് യഹൂദർ ആചരിച്ചിരുന്ന, ഭക്ഷിച്ചിരുന്ന ഭക്ഷണമായിരുന്നു പഴയ നിയമ പെസഹ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അതൊരു കടന്നുവരവാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വിശുദ്ധ കുർബാനയായിട്ടുള്ള ഒരു കടന്നുവരവാണ് പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത്. പഴയ നിയമ പെസഹ കഷ്ടതകൾക്ക് അറുതി കുറിച്ച ഒരു യാത്രാ ഭക്ഷണമായിരുന്നുവെങ്കിൽ പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത് എത്രമാത്രം ഭക്ഷിച്ചാലും മതിവരാത്ത ഒരു തലമുറയ്ക്ക് തന്നെ തന്നെ മുറിച്ച് വിളമ്പുന്ന ക്രിസ്തുവാണ് പുതിയ നിയമ പെസഹ. സഹിയനോട്ടിശാല കർത്താവ് ജീവിതത്തിൽ ബോധപൂർവം തിരഞ്ഞെടുത്ത ഏക സ്ഥലമാണ് സഹിയനോട്ടിശാല. അവന്റെ ജനനം ബെത്ലഹേമിലേക്കുള്ള യാത്രാമധ്യേ കണ്ട കാലിക്കുഴുത്തൊഴുത്തിലായിരുന്നു. ആകാശത്തിലും ഭൂമിയിലും മധ്യ ഉയർത്തി നിർത്തപ്പെട്ട ഒരു കുരിശിലായിരുന്നു. അത് രണ്ടും അവൻ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അവൻ ഏക ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുത്ത ഏക സ്ഥലം എന്ന് പറയുന്നത് സഖ്യനൂട്ടിശാലയാണ്. അത് പരിശുദ്ധ കുർബാന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈശോ നമുക്ക് മുമ്പിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ കുർബാന അത്രമാത്രം ഒരുക്കത്തോടുകൂടി പരികർമ്മം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പരിശുദ്ധ കുർബാന അത്രമാത്രം ഏകാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ പെസഹ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലുകഴുകൽ. ശിഷ്യന്മാരുടെ കാലത്തെ തർക്ക വിഷയങ്ങളിലൊന്നായിരുന്നു തങ്ങളിൽ ആരാണ് വലിയവരുള്ളത്. കാരണം വലിയവനായിരിക്കുന്നവരുടെ പാദം ചെറിയവരായിരിക്കുന്നവർ കഴുകണം. കാല് കഴുകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ, പാദങ്ങളോളം ചെറുതാകാൻ ആർക്കും താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അവരുടെ തർക്കം തങ്ങളിൽ ആരാണ് വലിയവരെന്നാണ്, ആരുടെയാണ് പാദം കഴുകപ്പെടേണ്ടതെന്നുള്ളതായിരുന്നു അവരുടെ ചർച്ചയും അവരുടെ തർക്കങ്ങളും എന്നുള്ളത്. ഇവരുടെ മുമ്പിലാണ് മറ്റുള്ളവരുടെ പാദങ്ങളോളം ചെറുതാകാൻ താല്പര്യമില്ലാതിരുന്ന ശിഷ്യരുടെ മുമ്പിലാണ് ക്രിസ്തു ഗുരു കുനിഞ്ഞ് അവരുടെ പാദം കഴുകുന്നത്. വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവരുടെ പാദങ്ങളോളം ചെറുതാകാൻ ഉള്ള മനസ്സുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന തന്നെ സ്വയം ശൂന്യവൽക്കരണമാണ് എന്ന് നമ്മൾക്ക് അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രമാത്രം ചെറിയൊരു ഓസ്തിയിലേക്ക് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് തന്നെ ചുരുക്കുന്നത് കാഴ്ചയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദർശിക്കുന്നത്. ഒത്തിരിയേറെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ ഒരു ചെറുകാറ്റ് പോലും പറത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്ര ചെറിയ ഓസ്തിയിൽ തന്നെ ചുരുക്കുന്ന കാഴ്ചയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കണ്ടുമുട്ടുക. കടലിന്റെ മീതെ നടന്നുപോയ ക്രിസ്തുവാണ് നാവിലെ ഉമ്മനീരിൽ അലിഞ്ഞില്ലാതാകുന്ന ഓസ്തിയിൽ തന്നെ ചെറുതാ തീർക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം ചെറുതാകലിന്റെ മനസ്സ് സ്വന്തമാക്കിയാൽ മാത്രമേ, ചെറുതാകലിന്റെ ആത്മീയത
ശിമയോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥം അവന് മനസ്സിലായില്ല. അതുകൊണ്ട് ശിമയോൻ പത്രോസ് ക്രിസ്തുവിനോട് പറഞ്ഞു, നീ എന്നെ കഴുകുക, എൻ്റെ പാദം കഴുകുക. ക്രിസ്തു അവനോട് വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ ശിമയോൻ തിരിച്ച് ക്രിസ്തുവിനോട് പറഞ്ഞു, എങ്കിൽ എൻ്റെ പാദം മാത്രമല്ല, എൻ്റെ ശിരസ് മുഴുവൻ, എൻ്റെ ശരീരം മുഴുവൻ നീ എന്നെ കഴുകണം, കാരണം എനിക്ക് കൂടുതൽ പങ്ക് വേണം. ശിമയോന്റെ ചിന്ത പങ്കിനെ കുറിച്ചായിരുന്നു. പക്ഷേ ക്രിസ്തു അവരുടെ മുമ്പിൽ വലിയ ഒരു പാഠം നൽകുക, ശൂന്യമാക്കലിന്റെ. എന്താണ് ക്രിസ്തു പറയുക? കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം ശുദ്ധമാക്കിയത്. ഇത് അവരുടെ ശിഷ്യന്മാർ വരുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നായിരിക്കില്ല സത്യമായും ക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുക. അത് മാമോദീസായാകുന്ന കുളിയെ പറ്റിയാണ് ക്രിസ്തു ഉദ്ദേശിക്കുക. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് നദിയിലോ പുഴയിലോ അതുപോലെ തന്നെ കുളങ്ങളിലോ ഒക്കെ മുങ്ങി അതിന് കൈകൊണ്ട് ശിരസിൽ വെള്ളം കോരി ഒഴിച്ചാണല്ലോ അവരുടെ ജ്ഞാനസ്നാനങ്ങൾ നടത്തിയിരുന്നത്. ആ ജ്ഞാനസ്നാനത്തെ കുറിച്ചാണ് തീർച്ചയായിട്ടും ക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുക. അങ്ങനെ മാമോദീസ മുഖ്യവന്റെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ അനുദിന ജീവിത വ്യാപാരങ്ങളിലെ കറകളും ചെളികളും കഴുകിക്കളയണം എന്നാണ് തീർച്ചയായിട്ടും ക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുക. അതെന്താണ്? അവന്റെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളികളും കറകളും കഴുകിക്കളയുന്നത് പരിശുദ്ധ കുംഭസ്നാനമാകുന്ന കുദാശകളിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പാളിച്ചകൾക്കും പിഴവുകൾക്കും കർത്താവ് നൽകുന്ന കഴുകൽ ശുശ്രൂഷയാണ് വിശുദ്ധ കുംഭസ്നാനം എന്ന കൂദാശ. അങ്ങനെ മാമോദീസ സ്വീകരിച്ചവർ കുംഭസ്നാനം എന്ന കൂദാശ സ്വീകരിച്ച് പാപമോചനം സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളണമെന്ന് ക്രിസ്തു പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത്രമാത്രം മേലങ്കി അണിഞ്ഞ കുഞ്ഞാടിന്റെ ഹൃദയരക്തത്തിൽ തങ്ങളെ തന്നെ കഴുകി വെളുപ്പിച്ചവരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി കുമ്പസാരിച്ച് ഒരുക്കുന്നവരെ കുറിച്ചാണ് യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ ഇന്ന് പറയുന്നത്. വെള്ളം മേലങ്കി അണിഞ്ഞവർ അവർ കുഞ്ഞാടിന്റെ ഹൃദയരക്തത്തിൽ തങ്ങളെ തന്നെ കഴുകി വെളുപ്പിച്ചവരാണ്. അവർ സിംഹാസനസ്ഥന്റെ മുമ്പിൽ നിൽക്കും, രാപകലും അവിടുത്തെ ശുശ്രൂഷിക്കും. സിംഹാസനസ്ഥൻ തന്റെ ഗുണാരത്തിന് അവർക്ക് അഭയം നൽകും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടും അവരുടെ മേൽ പതിക്കുകയില്ല. കുഞ്ഞാടും അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. നിങ്ങളെ ഏവർക്കും ഈ പ്രസംഗാതിരുന്നാളുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ശൂന്യരാണ് നമുക്ക് എളിമയുടെ കാലുകളിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലെ കലകളിൽ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. നമുക്ക് ഭക്തിപൂർവ്വം ആലപിക്കപ്പെടുന്ന ഗാനത്തോട് ചേർന്ന് ധ്യാനപൂർവ്വം ദേവാലയത്തിലായിരിക്കാം. ഞങ്ങളുടെ കർത്താവും ഗുരുവായ മിശിഹായേ, അന്ത്യത്താളുകളിൽ നീ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെയും ശുശ്രൂഷയുടെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകുകയും അതനുകരിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുവല്ലോ. ജീവദായകമായ നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയോഗ്യം നിർവഹിക്കുവാനും പരസ്പര സ്നേഹത്തിലൂടെ നിന്റെ ചൈതന്യം അനുദിന ജീവിതത്തിൽ നിലനിർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കം. Miss
വത്സലരെ നിങ്ങൾക്കായി ഞാൻ നൽകുന്നു പുതിയൊരു നിയമം. സ്നേഹിപ്പിൻ സ്വയമെന്നതുപോ അന്യോന്യം നിങ്ങൾ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ും
നിങ്ങൾക്കായി ഞാൻ നൽകുന്നു പുതിയൊരു നിയമം. സ്നേഹിപ്പിൻ സ്വയമെന്നതുപോ അന്യോന്യം നിങ്ങൾ